ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. പുതിയ പാഠപുസ്തകമാണ്. 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 6 ഡോട്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. 3ാമത്തെ യൂണിറ്റാണ് എംബ്രേസിങ് ഡിഫറൻസസ്. അതിലെ ആദ്യത്തെ ചാപ്റ്റർ 6 ഡോട്ട്സ്. 6 ഡോട്ട്സിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ലെറ്റ്സ് റിവൈൻഡും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഇതിലെ ആക്ടിവിറ്റീസിൻ്റെ ആൻസർ ആയിരിക്കും നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് കണ്ടതിന് ശേഷം ഇഷ്ടമായെങ്കിൽ മാത്രം ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ പാർട്ട് 3 വീഡിയോ ആണ്. 6 ഡോട്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറഞ്ഞ 3 വീഡിയോസ് ആയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അത് കാണുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി, റീഡ് ദ ഫോളോവിങ് എക്സ്ട്രാക്ട് ഫ്രം ദ സ്റ്റോറി. സ്റ്റോറിയിൽ നിന്നുള്ള 2 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വുഡ് ബി ദ തോട്ട്സ് ദാറ്റ് പാസ്ഡ് ത്രൂ ലൂയിസ് മൈൻഡ് വെൻ ഹി ലോസ്റ്റ് ഹിസ് ഐസൈറ്റ്? അപ്പോൾ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ ലൂയിസിൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ എന്തൊക്കെയാണ്? 2 അവർ തന്നിട്ടുണ്ട്. ഹൗ ക്യാൻ ഐ റീഡ്? ഐ ക്യാനോട്ട് സീ മൈ പാരൻസ്. നമുക്ക് എന്തൊക്കെ എഴുതാം? ഹൗ ക്യാൻ ഐ റീഡ്? ഐ ക്യാനോട്ട് സീ മൈ പാരൻസ്. വിൽ ഐ എവർ വാക്ക് അലോൺ? എനിക്കിനി ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുമോ? വൈ ഡിഡ് ദിസ് ഹാപ്പൻ ടു മീ? എന്തുകൊണ്ട് ഇത് എനിക്ക് സംഭവിച്ചു? അടുത്തത് ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ലൂയിസ് തോട്ട്സ് ഇൻ എ പാരഗ്രാഫ്. ലൂയിയുടെ തോട്ട് ഒരു പാരഗ്രാഫ് രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഐ വണ്ടർ ഹൗ ഐ ക്യാൻ റീഡ് വിത്തൗട്ട് മൈ ഐസ്. ഐ ക്യാനോട്ട് സീ മൈ പാരൻസ് ഫേസസ് ഓർ ദ വേൾഡ് ഔട്ട്സൈഡ് മൈ വിൻഡോ. വിൽ ഐ എവർ വാക്ക് അലോൺ വിത്തൗട്ട് സ്റ്റംബ്ലിംഗ് ഓർ ഫിയർ? വൈ ഡിഡ് ദിസ് ഹാപ്പൻ ടു മീ? വൈ ഡിഡ് ദ ലൈറ്റ് വാനിഷ് ഫ്രം മൈ ലൈഫ്? എവറിത്തിങ് ഫീൽസ് ലോസ്റ്റ് ബട്ട് മേ ബി ദർ ഇസ് സ്റ്റിൽ എ വേ ടു ലേൺ, ടു എക്സ്പ്ലോർ ആൻഡ് ടു ഹോപ്പ്. നെക്സ്റ്റ് 2ാമത്തെ ആക്ടിവിറ്റി ആണ്. ഇതിൻ്റെ ആക്ടിവിറ്റിയുടെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ കണ്ണുകളില്ലാതെ എങ്ങനെ ഞാൻ റീഡ് ചെയ്യും, എങ്ങനെ ഞാൻ എൻ്റെ പാരൻസിൻ്റെ മുഖം കാണും, ഈ ലോകത്തിനെ ഞാൻ എങ്ങനെ കാണും, പുറം ലോകം എങ്ങനെ ഞാൻ കാണും, ഞാൻ എങ്ങനെ പേടിയില്ലാതെ ഒറ്റയ്ക്ക് നടക്കും, എന്തുകൊണ്ട് ഇത് എനിക്ക് സംഭവിച്ചു, എൻ്റെ ജീവിതത്തിലെ വെളിച്ചം നഷ്ടപ്പെട്ടില്ലേ, അതുപോലെ എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നു, പക്ഷെ എങ്കിലും എന്തെങ്കിലുമൊക്കെ വഴികളുണ്ടാവും എനിക്ക് ലേൺ ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ലൂയിസിൻ്റെ തോട്ടിൽ വരുന്നത്. 2ാമത്തേത്, അറ്റ് ദ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് എ ഗൈഡ് ലെഡ് ലൂയിസ് ടു ദ സ്കൂൾ ലൈബ്രറി. ഡിസ്കസ് ഇൻ ഗ്രൂപ്പ്സ് ഹൗ വിഷ്വലി ചാലഞ്ച്ഡ് ചിൽഡ്രൻ ഇൻ യുവർ സ്കൂൾ ക്യാൻ ബി ഗൈഡഡ് ടു ഫൈൻഡ് ദെയർ വേ, റൈറ്റ് ഡൗൺ ദെയർ ഡയറക്ഷൻസ്. അപ്പോൾ സ്കൂൾ ഫോർ ബ്ലൈൻഡ് സ്കൂളിൽ പോയല്ലോ, അവിടെ ഒരാൾ സ്കൂൾ ലൈബ്രറിയിലേക്ക് ലൂയിസിനെ ഗൈഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇതുപോലെ തന്നെ എന്തൊക്കെ ഡയറക്ഷൻസ് കൊടുക്കാമെന്നാണ് ചോദ്യം കേട്ടോ. ഈ വിഷ്വലി ചാലഞ്ച്ഡ് കുട്ടികൾക്ക് എങ്ങനെയൊക്കെ ഗൈഡ് ചെയ്യാമെന്നാണ്. നോക്കാം. Go straight from the gate until you reach the main building entrance. Turn left and walk along the corridor. അപ്പോൾ അവർക്ക് വഴി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. Count 10 steps forward. 10 സ്റ്റെപ്പ് മുന്നോട്ട് എണ്ണാം. Then turn right near the notice board. Follow the wall with your hand gently touching the railing. Stop when you feel the mat under your feet. That means you are near the library door. അപ്പോൾ ലൈബ്രറി ഡോറിലേക്കുള്ള വഴി എങ്ങനെ പറഞ്ഞു കൊടുക്കാം എന്നുള്ളതാണ്. നെക്സ്റ്റ്, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി. സ്റ്റോറിയിൽ നിന്ന് 2 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ഇതുമായി റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ നോക്കാം. നൗ ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി അഗൈൻ. ഫൈൻഡ് ഔട്ട് ദ സെൻറ്റൻസസ് വിത്ത് കൺട്രാക്റ്റഡ് ഫോംസ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ഈ ചുരുക്കി ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഐ ആം എന്നുള്ളതിനെ ചുരുക്കിയിട്ട് ഐയും എമ്മും മാത്രമേ എഴുതിക്കുന്നത് കണ്ടോ? ഇതുപോലെ എഴുതുന്നതാണ് ചോദിക്കുന്നത്. അതുപോലെ ഡിഡ് നോട്ടിനെ നമ്മൾ ഡിഡിൻ്റെ എന്ന് എഴുതിക്കുന്നുണ്ടോ? ഇതിനെയാണ് കൺട്രാക്റ്റഡ് ഫോം, ചുരുക്കി എഴുതുന്നതാണ് കേട്ടോ. ഇതുപോലെ വരുന്ന വേർഡ്സ് ആണ് ചോദ്യം. ഈ സ്റ്റോറിയിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതാനാണ്. ഇതാണ് ഒരെണ്ണം. യു ആറിനെ ചുരുക്കി യു എറിന് എഴുതിയിട്ടുണ്ട്. യു ആർ ടു കെയർലെസ്. ലൂയിസ് പപ്പ ക്രൈഡ് ഇൻ ഡിസ്ട്രസ്. യു ആർ എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഐ കുഡിൻറ്റ് കണ്ടോ, കുഡ് നോട്ട് എന്നുള്ളതിനെ കുഡിൻറ്റ് എന്ന് എഴുതിയിരിക്കണം കേട്ടോ. അപ്പോൾ കുഡ് നോട്ടിന് കുഡിൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഡിഡ് നോട്ടിന് ഡിഡിൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് ആ സെൻറ്റൻസുകൾ എടുത്ത് എഴുതണം. ഐ കുഡിൻറ്റ് കീപ് ദം എവേ. ഐ ഡിഡിൻറ്റ് മീൻ ടു മേക്ക് തിങ്സ് വേഴ്സ്. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ, നീനു ഈസ് ലുക്കിംഗ് ഫോർ വേർഡ്സ് ദാറ്റ് ക്യാൻ ബി കൺട്രാക്റ്റഡ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസസ്. ക്യാൻ യു ഹെൽപ്പ് ഹർ ഫൈൻഡ് ദം ആൻഡ് റൈറ്റ് ദം ബിലോ. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. ഇതുപോലത്തെ കുഞ്ഞു കൺട്രാക്റ്റഡ് ഫോമിലുള്ള വേർഡ്സ് നീനു എഴുതുന്നുണ്ട്. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്.
ദേ വിൽ എന്നുള്ളത് നമുക്ക് ഇതുപോലെ ചുരുക്കി എഴുതാം. അടുത്തത് നമുക്ക് ഇതിലേക്ക് ആൻസേഴ്സ് നോക്കാം. കണ്ടോ, ആദ്യത്തിന് ആസ് പ്ലാൻ വി ആർ ഗോയിങ് ടു ദ ബീച്ച് ഇൻ ദ ഈവനിങ്. ആസ് പ്ലാൻ വി ആറിനെ നമ്മൾ ഇതുപോലെ ചുരുക്കുക. ദ ചിൽഡ്രൻ വർ എക്സൈറ്റഡ്, ദേ ഹാഡ് നെവർ സീൻ സച്ച് എ ബ്യൂട്ടിഫുൾ ഫെസ്റ്റിവൽ. ഈ ദേ ഹാഡ് എന്നുള്ളതിനെ ചുരുക്കുക ഇതുപോലെ ആവും കേട്ടോ. ഐ ഹാവ് ഓൾവേസ് വാണ്ടഡ് ടു വിസിറ്റ് ദ ബാക്ക് വാട്ടേഴ്സ്. ഐ ഹാവ് എന്നുള്ളതിനെ നമ്മൾ ഒരു കോമ ഇട്ടിട്ട് അപ്പോസ്ട്രോഫി ഇട്ടിട്ട് വി എഴുതുക. വേർ ഈസ് ദ സ്കൂൾ ലൊക്കേറ്റഡ്. വേർ ഈസ് എന്നുള്ളതിനെ നമുക്ക് കംപ്ലീറ്റ് എഴുതണ്ട, വേർ കഴിഞ്ഞ് ഒരു അപ്പോസ്ട്രോഫ് ഇടുക എസ്. ഇതിനെയാണ് അപ്പോസ്ട്രോഫ് എന്ന് പറയുന്നത് കേട്ടോ, ഈ കോമ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് കോൺട്രാക്റ്റഡ് ഫോമിൽ എഴുതുന്ന സെൻറ്റൻസുകൾ എഴുതാവുന്നതാണ്. അടുത്തത്, ഡോക്ടർ പിഗ്നിയർ ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ പാറ്റേൺ ഓഫ് കോഡ്സ്. ലൂയിസ് കുഡ് റീഡ് ദ മെസ്സേജ് ബൈ ടച്ച്. ഹി ഫെൽറ്റ് എക്സൈറ്റഡ്. ഇമാജിൻ ദാറ്റ് ലൂയിസ് വർ ലിവിംഗ് ഇൻ അവർ ടൈംസ്. ഹി റാൻ അപ്പ് ഹിസ് ഫാദർ അറ്റ് നൈറ്റ്. റൈറ്റ് എ പോസിബിൾ ടെലിഫോണിക് കോൺവെർസേഷൻ ബിറ്റ്വീൻ ലൂയിസ് ആൻഡ് ഹിസ് ഫാദർ. അപ്പോൾ ലൂയിസും ഫാദറും തമ്മിലുള്ള ടെലിഫോണിക് കോൺവെർസേഷൻ ആണ് വേണ്ടത്. നമുക്ക് നോക്കാം. ഫാദർ: ഹായ് ലൂയിസ്, ഇറ്റ്സ് പ്രെറ്റി ലേറ്റ്, വാട്ട്സ് ഗോയിങ് ഓൺ? എന്താ ഇത്ര ലേറ്റ് ആയിട്ട് വിളിച്ചത്? എന്താണ് അവിടെ നടക്കുന്നത്? ലൂയിസ്: ഡാഡ്, ഐ ജസ്റ്റ് ഹാഡ് ടു ടെൽ യു സംതിങ് അമേസിങ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഫാദർ: യു സൗണ്ട് ത്രിൽഡ്, വാട്ട് ഹാപ്പൻ? നീ ഭയങ്കര സന്തോഷത്തിലാണ്, ത്രില്ലിലാണ്, എന്ത് സംഭവിച്ചു? ലൂയിസ്: ഡോക്ടർ പിഗ്നിയർ ഷോഡ് എ ന്യൂ പാറ്റേൺ ഓഫ് കോഡ്സ് ടുഡേ. ഐ കുഡ് റീഡ് ദ മെസ്സേജ് ബൈ ടച്ച്. ഡോക്ടർ പിഗ്നിയർ എനിക്ക് പുതിയ ന്യൂ പാറ്റേൺ ഓഫ് കോഡ്സ് കാണിച്ചു തന്നു. എനിക്കത് ടച്ച് ചെയ്തിട്ട് തന്നെ വായിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഫാദർ പറയും, റിയലി? യു മീൻ യു കുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വിതൗട്ട് സീയിങ്? അപ്പോൾ നീ പറയുന്നത് കാണാതെ തന്നെ നിനക്കത് മനസ്സിലാവുന്നുണ്ട് എന്നല്ലേ? ലൂയിസ് പറയും, യെസ്, ഇറ്റ് വാസ് ഇൻക്രെഡിബിൾ. ഐ ഫെൽ ദ ഡോട്ട്സ് ആൻഡ് റീഡ് ദ വേർഡ്സ്. എനിക്ക് ആ ഡോട്ടുകൾ ഫീൽ ചെയ്യാനും പറ്റുന്നുണ്ട്, വേർഡ്സ് വായിക്കാനും പറ്റുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ ഫാദർ പറയും, ദാറ്റ്സ് വണ്ടർഫുൾ ലൂയിസ്, ഐ ക്യാൻ ഹിയർ ദ എക്സൈറ്റ്മെൻറ്റ് ഇൻ യുവർ വോയിസ്. അത് നല്ല കാര്യമാണ് ലൂയിസ്, നിൻ്റെ വാക്കുകളിൽ, നിൻ്റെ സൗണ്ടിൽ എനിക്ക് ആ എക്സൈറ്റ്മെൻറ്റ് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ലൂയിസ് പറയും, ഐ ഫൈനലി ഫീൽ ലൈക്ക് ഐ ക്യാൻ ലേൺ ആൻഡ് റീഡ് ലൈക്ക് എവരി വൺ എൽസ്. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് എല്ലാവരെയും പോലെ എനിക്കും ലേൺ ചെയ്യാനും റീഡ് ചെയ്യാനും പറ്റുമെന്ന്. അപ്പോൾ ഫാദർ പറയും, ലൂയിസ്, ഐ എം സോ പ്രൗഡ് ഓഫ് യു. നിന്നെക്കുറിച്ച് ഓർത്ത് ഞാൻ വളരെയധികം പ്രൗഡാണ്, അഭിമാനിക്കുന്നു. ലൂയിസ് പറയും, താങ്ക് യു പാപ്പ. ഓക്കെ, നെക്സ്റ്റ്. Here is a news report that appeared in one of the leading dailies. Read it carefully. അപ്പോൾ ഇവിടെ ഒരു ലൂയിസ് ബ്രെയിലിയെ കുറിച്ച് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതുമായി റിലേറ്റ് ചെയ്ത് 4 ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദി ഇൻവെൻഷൻ? എന്താണ് കണ്ടുപിടുത്തം? ദ ഇൻവെൻഷൻ വാസ് എ ന്യൂ ആൽഫബറ്റ് യൂസിങ് റേസ്ഡ് ഡോട്ട്സ് ദാറ്റ് ക്യാൻ ബി ഫെൽറ്റ് ബൈ ഫിംഗേഴ്സ് ടു ഹെൽപ്പ് വിഷ്വലി ചാലഞ്ച്ഡ് പീപ്പിൾ. B. Who invented it? Louis Braille, a 15-year-old student, invented it. Where was it invented? എവിടെയാണ് ഇൻവെൻറ്റ് ചെയ്തത്? It was invented at the Royal School for the Blind in Paris. D. Why is it important? It allows visually challenged people to read and write independently, making education and communication more accessible. ആ പാരഗ്രാഫ് വായിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ എഴുതാവുന്നതാണ്. അടുത്ത ആക്ടിവിറ്റി, ഇമാജിൻ യു ആർ ഗോയിങ് ടു വിസിറ്റ് ലൂയിസ് ബ്രെയിലി. വാട്ട് വുഡ് യു ആസ്ക് ഹിം അബൌട്ട് ഹിസ് ഇൻസ്പിറേഷൻ, ചലഞ്ചസ് ആൻഡ് ദി ഇൻഫ്ലുവൻസ് ഓഫ് ഹിസ് ഇൻവെൻഷൻ? റൈറ്റ് ഡൗൺ എ ഫ്യൂ ക്വസ്റ്റ്യൻസ് ടു ആസ്ക് ഹിം. നിങ്ങൾ ലൂയിസ് ബ്രെയിലിനെ കാണാൻ പോവാണ്. നിങ്ങൾ എന്തൊക്കെയാണ് അവരോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്? ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട്. വാട്ട് വാസ് ദി ഇൻസ്പിറേഷൻ ബിഹൈൻഡ് യുവർ ഇൻവെൻഷൻ? അടുത്തത്, what challenges did you face while developing the Braille system? How did you stay motivated during times of illness or difficulty? Did you ever imagine your invention would help millions of people around the world? What message would you give to young people facing obstacles today? Okay. Next, look at the invitation card below and identify the details. അപ്പോൾ ലൂയിസ് ബ്രെയിലി ബർത്ത്ഡേ ആനിവേഴ്സറി സെലിബ്രേഷൻ്റെ ഒരു ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ തന്നിരിക്കുന്നത് ഫില്ല് ചെയ്യണം. ഇവൻറ്റ് ലൂയിസ് ബ്രെയിലീസ് ബർത്ത് ആനിവേഴ്സറി സെലിബ്രേഷൻ, ഡേറ്റ് January 4, 2024, ടൈം 6 PM, വെന്യൂ റോയൽ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ്, പാരീസ്. സ്പെഷ്യൽ നോട്ട് എന്താ? ജോയിൻ us in honoring the legacy of Louis Braille system with inspiring performances and tributes. Okay, B question, your school is arranging a program to observe the birth anniversary of the famous scientist Dr. C.V. Raman. Prepare an invitation card to inform the public about the event. അപ്പോൾ നമ്മുടെ സയൻറ്റിസ്റ്റ് ആണ് ഡോക്ടർ C.V. രാമൻ. അപ്പോൾ C.V. രാമന് അദ്ദേഹത്തിൻ്റെ ബർത്ത് ആനിവേഴ്സറി പ്രോഗ്രാമാണ്. അപ്പോൾ അതിനൊരു ഇൻവിറ്റേഷൻ കാർഡ് നമ്മൾ ഉണ്ടാക്കണം പബ്ലിക്കിനെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കത് നോക്കാം. Dr. C.V. Raman's birth anniversary celebration. Join with us for the event. Event birth anniversary, time 4 PM, date 11/10/2025, venue Government UP School, Palakkad.
സ്പെഷ്യൽ നോട്ട് എന്താ? ജോയിൻ വിത്ത് us on the occasion of birthday celebration of India's Nobel laureate with student performances and interactive science displays. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും മാറ്റി എഴുതാം. ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ആക്ടിവിറ്റീസ് വരുന്നത്. അപ്പോൾ നമ്മൾ 6 ഡോട്ട്സിൽസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ലെറ്റ്സ് റിവൈൻഡ്, ആക്ടിവിറ്റീസ്, അങ്ങനെ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറഞ്ഞിട്ട് 3 ക്ലാസ്സുകളാണ് 6 ഡോട്ട്സ് എന്ന ഒരു ചാപ്റ്ററിൽ ഉള്ളത്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.